എനിക്കൊരു വീട് തന്നു. അപ്പോൾ അത് വീട് എല്ലാവരും ഫ്രീ ആയിട്ട് കേട്ടോ തരാം, ഞാൻ പൈസ കൊടുക്കില്ല, ഹോസ്പിറ്റലൊക്കെ ഫ്രീ ആയിട്ട്. ഞാൻ ആദ്യം പറയും ചേട്ടാ ഇതാണ് സ്ഥിതി പറയും. എന്നിട്ട് ഞാനെന്ത് വെച്ചാൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഫോട്ടോ ഞാൻ ആ വീടിൻ്റെ എടുത്ത് വെച്ചു. അപ്പോൾ എൻ്റെ നായിക വെച്ചത് എന്തിനാ ഫസ്റ്റ് ഫോട്ടോ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു ഒരു ചെറിയ പണിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വൈകുന്നേരം 9 മണിയായി കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോകാൻ നിൽക്കുക രാത്രി. അപ്പോൾ ഞാനെന്ത് വെച്ചാൽ ഒരു തുണി എടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഒരു തുണിയെ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴേ ലേശത് വന്നു. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ആ സ്ത്രീ ഓടി വന്നു, ഒരു സൂപ്പർ സ്റ്റാറാണോ എൻ്റെ വീട് തുടയ്ക്കുന്നത് ചോദിച്ചു. അതേ പറഞ്ഞു മേഡം അങ്ങനല്ല, നിങ്ങൾ എനിക്ക് തന്ന പോലെ ഞാൻ തിരിച്ചു തരണ്ടേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ 9 മണിക്ക് എൻ്റെ ഫസ്റ്റത്തെ പണി എന്താ അറിയോ, രാവിലെ 7 മണിക്ക് ഞാൻ വരുമ്പോൾ ഞാൻ എടുത്ത ഫോട്ടോസ് ഉണ്ട്, ആ ഫോട്ടോസ് എടുത്ത് എവിടെയാടാ ആ ടീ പോയി അവിടെ ഇല്ല കേട്ടോ അതിവിടെയാണേ എന്ന് പറഞ്ഞിട്ട് ഈ മിനിമം ആളുകളിൽ ഈ നായികരും ബാക്കിയുള്ളവരൊക്കെ സന്തോഷമായിട്ട് ആ സോഫ സന്തോഷമായിട്ട് അതിന് നോക്കട്ടെ ആ ഇത് എന്ന് പറഞ്ഞിട്ട് സോഫ ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ അതേപോലെ ഫാസ്റ്റ് എല്ലാ പണിയും വേറെ അധികം ആളില്ല. ഫസ്റ്റ് ഈ 7 മണിക്ക് ഈ വീട് എങ്ങനെയാണോ തന്നത് 9 മണിക്ക് അതിനേക്കാൾ വൃത്തിയാക്കിയിട്ട് നമ്മൾ ശരിക്കും തുടച്ച് ആ വേസ്റ്റൊക്കെ എടുത്ത് കറക്റ്റ് എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ട്. അല്ല സാറേ വേസ്റ്റാണ് വെച്ചോ, ഞാൻ വേണ്ട എന്നിട്ട് നിൻ്റെ വണ്ടിയിൽ ആ വേസ്റ്റ് വരെ ഞാൻ അതിനിടെ വേറെ ചെയ്യുള്ളൂ. കാരണം എന്തുകൊണ്ട് അവർക്കൊരു തോന്നലുണ്ടോ, ഓനൊരു ഷൂട്ടിങ് കഴിഞ്ഞ് പോയിട്ടുണ്ട് ഉള്ള വേസ്റ്റും കൂടെ ഇട്ട് പോയിക്കുന്നത് ആ വീട് കണ്ടോ നശിപ്പിച്ച്. ഇതിപ്പോൾ അതുകൊണ്ട് എന്താണ് ഏത് വീട് എന്താണ് എനിക്ക് പറഞ്ഞു ചേട്ടാ ഇവിടെ പുതിയ സിനിമയ്ക്ക് നമുക്ക് ചെറിയ ദിവസം കിട്ടും അതിനെന്താ സന്തോഷം സാറേ ഇങ്ങനെ പറയും. എന്നോട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് അല്ല നിങ്ങളിപ്പോഴും 5 ലക്ഷത്തിനാണ് പടം എടുത്ത് വെച്ച ഒരാൾ. ഞാൻ കറക്റ്റ് കൂട്ടാറില്ല, ഏതാണ്ട് അത്രയ്ക്കേ വരുള്ളൂ. അതൊരു തള്ളല്ലേ ബൈ. 2011 2023 ഇടയിൽ ഇതെന്താ പൈസയ്ക്ക് വ്യത്യാസം വന്നില്ലേ ചോദിച്ചു. ഞാൻ ചിരിച്ചു. 2011 ആരായിരുന്നു നായകൻ ചോദിച്ചു ഇയാളുടെ സന്തോഷ് പണ്ഡിറ്റ്. പ്രത്യേകിച്ച് പൈസ കൊടുക്കണ്ടല്ലോ. 23 ആരാ പണ്ഡിറ്റ്, ഓക്കെ ഇത്രയും കിട്ടിയല്ലോ. 2011 ആരാ എഡിറ്റ് ചെയ്ത് സന്തോഷ് പണ്ഡിറ്റ്. 23 ആരാ പണ്ഡിറ്റ്. 2011 ആരാ ക്യാമറയിലാണ് ചെയ്ത് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ക്യാമറ. ഇപ്പോഴാരല്ല സന്തോഷ് പണ്ഡിറ്റിൻ്റെ ക്യാമറ. മനസ്സിലായി. ഇനി ബാക്കി കിട്ടാനുള്ള ലൊക്കേഷനിലെ ഇതിലെ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ അതാണെങ്കിലും കാറായാലും ഇപ്പം വണ്ടിയില്ല അതുകൊണ്ട് വാടകയ്ക്ക് വിളിക്കുന്നു. വണ്ടിയുടെ സമയത്ത് നമ്മളെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. വണ്ടി കൊടുത്തോ? വണ്ടി വിട്ടു. കുറച്ച് ചാരിറ്റിയായി ബന്ധപ്പെട്ടിട്ട്, അതായത് കൊറോണ പീരീഡിൽ നമ്മൾ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതൊന്നല്ല, അതേപോലെ ഈ പശുക്കുട്ടി ആട്ടുംകുട്ടി പൈസ കൊടുക്കാറില്ല, എല്ലാവർക്കും സാധനങ്ങളാണ് മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊറോണ പീരീഡിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെല്ലാം വിളിച്ചിട്ട് പതിവ് പോലെ തന്നെ സന്തോഷമായിട്ട് വലിയ സമ്പാദിത്തൊന്നും ഇല്ല കേട്ടോ, ബുക്കും ഇതൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ അത് 100 കണക്കിന് കുട്ടികളെ കൊടുക്കുമ്പോൾ അത് ചെറിയ അല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ, ഒരു 20 നോട്ട് ബുക്കിന് തന്നെ 1000 രൂപ ആവില്ലേ. അല്ല വെറുതെ ആലോചിച്ചു നോക്കും. അപ്പോൾ ഞാൻ പൈസ പറഞ്ഞല്ല കേട്ടോ, നമ്മളിപ്പോൾ ബുക്കും പേപ്പറും ബാഗ് എന്നൊക്കെ പറയുമ്പോൾ ബുക്കും ഇതാണോ എന്ന് പറയുമ്പോൾ അത് അത്രയും പേർക്കാണ് വരുന്നത്. അപ്പോൾ ഈ കൊറോണ പീരീഡിൽ എനിക്ക് വർക്ക് വന്നില്ല, സ്വാഭാവികം. ഇനോഗ്രേഷനും ഇല്ല, എല്ലാവരും സ്വന്തം നിലയിൽ തന്നെ ഇനോഗ്രേഷൻ ചെയ്തു വെച്ച സിനിമയും ഇറങ്ങിയില്ല. പക്ഷേ പൈസ കണ്ടെത്താൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിലുള്ള ഫുൾ പൈസ ഞാൻ എടുത്ത് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഈ കൊറോണ പീരീഡിന് ശേഷം എന്ത് സംഭവിച്ചു, ഈ ഇനോഗ്രേഷൻ അപ്പോൾ കുറവാണ് ശരിക്കും പറഞ്ഞത്. കാരണം കുറേയൊക്കെ എല്ലാവരും അവനവൻ തന്നെ ചെയ്യും, എങ്ങനെയൊക്കെയായി. കൊറോണയ്ക്ക് ശേഷം എല്ലാവരും ഒന്ന് മുറുകി. നമുക്ക് ടി പ്രോഗ്രാംസും വിചാരിച്ച പോലെ ഇപ്പോൾ വീണ്ടും ശരിയായി വരുന്നുണ്ട്, ഇപ്പോൾ വീണ്ടും പഴയതുപോലെയൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അങ്ങനെ വന്നപ്പോൾ ഞാൻ വണ്ടി വിൽക്കേണ്ടി വന്നു, വിറ്റിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചത് അടുത്ത സ്റ്റേജിൽ തന്നെ പഴയതുപോലെ ആവുമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര ഫാസ്റ്റിൽ കാര്യങ്ങൾ വന്നില്ല. ഇനി അത് വിൽക്കണം, ഇനി എടുക്കണം. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പെൻസ് കൂടുന്നുണ്ട്, കാരണം വണ്ടി ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ അവിടെയും എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നവർ പറയും സന്തോഷ് സാർ നിങ്ങൾ എന്തിനാണ് വണ്ടി പിടിക്കുന്നത്, എൻ്റെ കാർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇനോവ പിടിക്കാം, എന്തിനാ എൻ്റെ വണ്ടി ഉണ്ട് സാർ. ഞാൻ പറഞ്ഞു എടാ 7 ആളുണ്ട്, നിൻ്റെ അതിൽ 4 അല്ലേ പോകും സാധാരണ വണ്ടി. സന്തോഷ് സാറെ ഞാൻ 2 പ്രാവശ്യം അടിക്കാം, സന്തോഷ് സാർ വെറുതെ പൈസ കളയണ്ട. അപ്പോൾ ഈ ആത്മാർത്ഥത എൻ്റെ ടീമിലുള്ള ആളുകൾ എന്തുകൊണ്ട് കാണിക്കുന്നു, അത് തിരിച്ചും ചിന്തിക്കണമല്ലോ. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് കിട്ടുന്നത്. യെസ് അവിടെയാണ്. അല്ലെങ്കിൽ 2011 എനിക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലായാലും വീടായാലും ഒരാൾ ഫ്രീ ആയി തരുന്നു. 2013 ചേട്ടാ എൻ്റെ ആദ്യത്തെ പടമാണ് എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞോണാണോ ഇന്ന് പറയുന്നത്? ഒന്നില്ലെങ്കിൽ അത്യാവശ്യം അറിയപ്പെടുന്നൊരു ചങ്ങയില്ല, അത് ഞങ്ങൾക്ക് ഇത്ര പൈസ കിട്ടിയാലേ തരുള്ളൂ എന്ന് ഒരാൾക്ക് വേണമെങ്കിൽ പറയാനോ. പക്ഷെ 12 വർഷമായിട്ട് ഒരാൾ പോലും എന്നോട് അത് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി, അതാണ് ശരി. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും എനിക്ക് എക്സ്പെൻസിന് വലിയ പ്രശ്നം വരാത്തത്. നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ടല്ലേ ജീവിതത്തിൽ, യാത്ര, പല സ്ഥലത്ത് തടസ്സങ്ങൾ, സിനിമയിലേക്ക് വന്നപ്പോൾ അസൂയ, ഇത്തരം സിനിമകളിൽ വന്നപ്പോൾ അസൂയ, എത്രമാത്രം കുറ്റങ്ങൾ കേട്ടിരിക്കുന്നു പല ആളുകളിൽ നിന്നും. അല്ല ഞാൻ പറയുന്നത് വിമർശനം നമുക്ക് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് വളർച്ചയിലേക്ക് അല്ല ഞാൻ പറയുന്നത് ടു വിൻ വി വാണ്ട് ഫ്രണ്ട്സ്, ഇഫ് യു വാണ്ട് എ ഡിസ്റ്റിങ്ഷൻ ഓഫ് വിന്നിങ് വി വാണ്ട് എനിമീസ്. നമുക്ക് വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം, വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണമെന്നാണ് പണ്ട് ഞാൻ പഠിച്ച ഒരു സാധനമാണ്, എൻ്റെ മൈൻഡിലുള്ള സാധനം.
അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശത്രുക്കൾ ഉള്ളതൊരു തെറ്റൊന്നല്ല. അല്ല, അതിലും നമ്മൾ താൽക്കാലികം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ ലോങ് ടേമിൽ നമ്മൾ വിജയിക്കാം. ഒന്ന്. രണ്ടാമത്തത്, വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾ രണ്ട് തരമാണ്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ട് ക്രിറ്റിസിസം രണ്ടാണ് ശരിക്കും. അതായത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ നന്നാവണം എന്നുള്ള രീതിയിലുള്ള വിമർശനത്തിനെയാണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയാം. എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ നന്നായി മദ്യം കഴിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ എന്നോട് പറയാണ്, ഭായി എന്തിനാ മദ്യം കഴിക്കുന്നത്, ആ പൈസയും കൂടെ ഭാര്യയ്ക്കും മക്കളും കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നു. എന്നെ ഉപദേശിക്കുകയാണ്. പക്ഷേ ആ ഉപദേശം കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിൽ വരും. ഇനി ഞാൻ മദ്യം കഴിക്കുന്നില്ല, നിങ്ങൾ നന്നായി മദ്യം കഴിക്കുന്ന വ്യക്തിയാണ്, ഇവിടെയും നിങ്ങൾ വിമർശിക്കും, അല്ല എന്നെ ഇതാക്കുന്നു. മദ്യം കഴിക്കാത്തവനൊക്കെ ഒരാണാണോ? എടാ, മദ്യം കഴിക്കുന്നവർക്കാണ് ഫ്രണ്ട്സ് കൂടുക, എനിക്കറിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷോ, ഇവൻ നന്നായി വരുന്നു, ഇവൻ നശിച്ചേ അടങ്ങാൻ പാടും. പക്ഷെ എന്ത് ചേടാ, നീ നശിക്കാൻ വേണ്ടി മദ്യം കഴിക്കുന്നു പറയാനും വയ്യ. അപ്പോഴാണ് നമുക്ക് എങ്ങനെ പറയും, മദ്യം കഴിക്കാത്തവനൊക്കെ ഒരാണാണോ എന്ന് പറയുമ്പോൾ അതൊരു വികാരപരമായി ഇവനെ ഒന്ന് തട്ടുക. മനസ്സിലായി? ആ, അല്ലെങ്കിൽ അല്ല, എനിക്ക് മദ്യം കഴിക്കാൻ താല്പര്യമില്ല, നിങ്ങളിപ്പോൾ ഏത് ഫീൽഡിലാണ്? ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ. ബെസ്റ്റ്. എടാ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിൻ്റെ അവിടെയുള്ള 10 ആളും അല്ലെ, നമ്മളൊരാളെ ട്രാക്കിലേക്ക് ഇറക്കുക, അവർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും നിനക്കും ചെയ്തുകൂടെ? തിരിച്ച് ഇത്. അല്ലെങ്കിൽ എടാ, എന്നെ അതിന് മാറ്റാനുണ്ടെങ്കിൽ നോക്ക്, നിൻ്റെ കൂടെ 10 ആൾ വർക്ക് ചെയ്യുന്നില്ല, അതിൽ ഏതെങ്കിലും ഒരാൾ വെള്ളമടിച്ച് 4 കാലിൽ നടക്കുന്നുണ്ടോ? ഇത് രണ്ടും നമുക്ക് വരാം. ഇത് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തെ ഇഷ്ടപ്പെടുന്നു, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തെ ഞാൻ വെറുക്കുന്നു. ഈ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിന് ഏറ്റവും വലിയ തെളിവാണ് ഈ മിമിക്രിക്കാരായിട്ടുള്ള പരിപാടികളിലൊക്കെ ഇങ്ങ് നോക്കിയറിയാം. താങ്കൾ എങ്ങനെയാണ് പടെടുക്കുക? നിങ്ങളൊരു 2 വീലർ എടുത്തു, അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ലോകത്താർക്കും പറയാം. നിങ്ങളെങ്ങനെയാണ് 2 വീലർ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? അല്ല, നിങ്ങൾ എന്നെ മനസ്സിൽ അതിന് ഉത്തരം പറയും. നിങ്ങളെങ്ങനെയാണ് പുതുമുഖർക്ക് അവസരം കൊടുക്കുക? ഒരു മിമിക്രിക്കാരൻ ഒരു പരിപാടി നിങ്ങൾ കണ്ടിട്ടോ, ഇയാളെല്ലാ പടത്തിലും 8 പെണ്ണുങ്ങളാണ്, 8 നായികമാർ. നമ്മളൊക്കെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും പെണ്ണുങ്ങളെ കിട്ടാണ്ട് ഞങ്ങൾ ആണിനെ പെണ്ണാക്കല. ഈ പണ്ഡിറ്റിൻ്റെ പടത്തിൽ ക്യൂ ആണ്. നിങ്ങൾക്ക് എന്തിനാണ് മിസ്റ്റർ 8 നായികമാർ? ഞാൻ പറഞ്ഞു, പണ്ഡിറ്റിൻ്റെ സ്വഭാവം നല്ലതേക്കും. കഴിഞ്ഞു. ഇത്രയും ചോദ്യത്തിന് ഉത്തരം ഒന്നാ, പണ്ഡിറ്റിൻ്റെ സ്വഭാവം നല്ലതേക്കും. അല്ല, ഞാൻ എന്താ ഉത്തരം പറയേണ്ടത്? ഇവർക്ക് പെണ്ണിനെ കിട്ടുന്നില്ല, അതുകൊണ്ട് ആണിനെ പെണ്ണാക്കിയാണ് ചെയ്യുന്നത്. പണ്ഡിറ്റിനെ 8 എണ്ണത്തിനെ കിട്ടുന്നു. ഞാൻ ചോദിക്കുക, ഇത് പുറമേ നോക്കുമ്പോൾ ഇതൊരു ഇതാണ്, നിങ്ങൾ 8 ആക്കണ്ട, നിങ്ങൾക്ക് 1 പോരെ. ഞാൻ 8 വെച്ചാലും 88 വെച്ചാലും ഈ മിമിക്രിക്കാരൻ്റെ പ്രശ്നം ഇപ്പം എന്താ? അവന് ആ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ കാണാം, ഇഷ്ടപ്പെട്ടെങ്കിൽ കാണണ്ടാൻ വയ്ക്കാം. ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായി? ഇതാണ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഈ മിമിക്രിക്കാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലേ? എനിക്ക് ശരിക്കും തോന്നുന്നു അവർക്ക് പല ആളുകൾക്കും, എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, പ്രത്യേകിച്ച് സീനിയറായ കുറേ ആളുകൾക്ക് അവർക്കെന്തോ അവരുടെ അച്ഛൻ്റെ സ്വത്തൊക്കെ ഞാൻ പറ്റിച്ചു എന്നൊരു ദേഷ്യം 2011 മുതൽ ഞാൻ നോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ മിമിക്രിക്കാർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? എനിക്കൊരു കറക്റ്റ് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം നിങ്ങളെങ്ങനെയാണ് പുതിയ ആളുകൾക്ക് കൊടുക്കാനൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലായില്ല, ഈ പറയുന്നവനാര്? അല്ല, ഈ പറയുന്ന ആളുകളും പുതിയ ആൾക്കാരൊക്കെ തന്നെയല്ലേ? അല്ലെങ്കിൽ എന്താണ്, മലയാള സിനിമയെ നിങ്ങൾ ലോ ബഡ്ജറ്റ് സിനിമ എടുക്കുമ്പോൾ മിമിക്രിക്കാരൻ പറയുന്നത്, ഞാൻ നിങ്ങൾ എതിർക്കാൻ കാരണം മലയാള സിനിമയ്ക്ക് വലിയ പ്രശ്നമാണ്. ഞാൻ 5 ലക്ഷത്തിന് പടം എടുത്ത് മുതൽ മുടക്ക് 12 സിനിമയായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നിർമ്മാതാവ്. എത്രയോ ആൾക്കാർ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ മിമിക്രിക്കാരൻ പറയുന്നത് നിങ്ങൾ കാരണം മലയാള സിനിമയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്താ മലയാള സിനിമയ്ക്ക് ഇത്ര വലിയ പ്രശ്നം? മലയാള സിനിമ തെലുങ്ക് സിനിമയുമായിട്ടൊക്കെ ഇംഗ്ലീഷ് സിനിമയുമായിട്ടൊക്കെ ഒരു കട്ടയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ശരിക്കും നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കോടിയുടെ പടം 200 കോടിയുടെ പടം എടുത്ത് തെലുങ്കന്മാരുടെ മുന്നിൽ നമ്മുടെ സംഭവം നിൽക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു 5 ലക്ഷത്തിന് പടം, ഇതൊക്കെ അവർ കേട്ടാൽ എന്ത് വിചാരിക്കും?